ആദ്യമായി SFIന്റെ കൊടിക്കീഴിൽ നിലകൊള്ളുന്ന SFIന്റെ സഖാക്കൾക്കും KSUവിന്റെ കൊടിക്കീഴിൽ നിലകൊള്ളുന്ന KSUവിന്റെ പ്രവർത്തകർക്കും ആദർശ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. രാജ്യവും ജനതയും ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ ഇവിടുത്തെ പ്രതിപക്ഷങ്ങളെ പോലും നോക്കുകുത്തിയായിക്കൊണ്ട് വലിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. അതിനെ കേരളത്തിലെ ക്യാമ്പസുകളിൽ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വക്താവാണ് ഞാനെന്നതിൽ അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. വിദ്യാർത്ഥി പ്രതിപക്ഷ പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നാം ആദ്യം രോഹിത് ടോംലയെ കുറിച്ച് പറയണം. രോഹിത് ടോംലെ എന്ന വാക്കുച്ചരിക്കാനുള്ള അവകാശം പോലും നിങ്ങൾക്കില്ല സഖാക്കള്. കാരണം രോഹിത് ടോംലെ ആദ്യം ഒരു SFI കാരനായിരുന്നു. രോഹിത് ടോംലെയുടെ ഫേസ്ബുക്ക് പേജുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇവിടെ ഇങ്ങനെ ഇൻകുലാബുകാർ വർഗീയവാദികളാണെന്നൊക്കെ പറഞ്ഞ് നടക്കണമല്ല. ഞാൻ ചോദിച്ചോട്ടെ, വർഗരാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് വർഗീയതയെ കുറിച്ച് പറയാൻ എന്താണ് അവകാശമുള്ളത്? എന്താണ് അവകാശമുള്ളത്? നാണമില്ലേ സഖാക്കളെ? എങ്കിൽ നിങ്ങൾ രോഹിത് ടോംലെയെ കുറിച്ച് ചങ്കുറ്റത്തോടുകൂടി പറയൂ. ഹൈദരാബാദ് സമരത്തിൽ നിന്ന അറസ്റ്റിൽ എത്ര സഖാക്കൾ ഉണ്ടായിരുന്നു? നിങ്ങൾ എണ്ണം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അവിടെ SFIന്റെ പങ്ക് എന്താണെന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് രോഹിത് ടോംലെക്ക് വേണ്ടി ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ആളെണ്ണത്തിൽ കുറവായിട്ട് കൂടി ആളെണ്ണത്തിൽ എന്ന ആദർശത്തിലാണ് കാര്യമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ മഹാരാജാസ് കോളേജിൽ പ്രകടനം നടത്തുകയുണ്ടായി. അതിനെപ്പോലും കയ്യൂക്കിന്റെയും അക്രമ രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് നേരിടാൻ ശ്രമിച്ച ഇവരോട് നമുക്ക് എന്താ പിന്നെ പറയാനുള്ളത്? സുഹൃത്തുക്കളെ, അറവുശാലയിൽ അത്തർ മണക്കുമോ? SFIയിൽ നിന്ന് നാം ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? പിന്നെ മറ്റൊരു കാര്യം, ഞാനടക്കമുള്ള പ്രവർത്തകർ കോളേജിലോട്ട് വന്നപ്പോൾ ഇവിടെ വലിയ സമരങ്ങൾ ഉണ്ടായിരുന്നു. അരിവെപ്പ്, കഞ്ഞിവെപ്പ്, 2 മാസം നീണ്ടു നിന്ന സമരം. ചെങ്കൊടിയും കയ്യിലെത്തിക്കൊണ്ട് അവർ പറഞ്ഞു ഓട്ടോണോമസിനെതിരെ, ഓട്ടോണോമിക്ക് ഞങ്ങൾ എതിരാണ് എന്ന്. എന്നിട്ട് ഇപ്പൊ എന്താ ചെങ്കൊടി കാണാത്ത? LDF സർക്കാർ അധികാരത്തിൽ വന്ന് ഓട്ടോണോമിക്ക് പച്ചക്കൊടി കാണിച്ചപ്പോൾ അതേ ചെങ്കൊടി താത്തി കെട്ടിക്കൊണ്ട് ആ ചെങ്കൊടിയും വടിയും മാറ്റി വെച്ചുകൊണ്ട് എന്തേ ഒന്നും മിണ്ടാത്തത്? ഓട്ടോണമിയെ കുറിച്ച് സംസാരിക്കൂ, ഓട്ടോണമിക്കെതിരുള്ള കാര്യം പറയൂ. ഓട്ടോണമി അടക്കമുള്ള കാര്യങ്ങൾ മാറ്റില്ലെന്ന് പറഞ്ഞല്ലോ, എന്നാ മാറ്റി കാണിക്കങ്ങള്. പിന്നെ ഈ പാരമ്പര്യം തന്നെയാണ് ഇവർക്കുള്ളത്. ഇവരെ ഏറ്റെടുത്ത സമരങ്ങളെല്ലാം വഞ്ചിച്ചേക്കണ പാരമ്പര്യം ഇവർക്ക് തന്നെയുള്ളത്. സ്വാശ്രയ സമരം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. സ്വാശ്രയ സമരത്തെ കുറിച്ച് പറയൂ. കഴിഞ്ഞ UDF സർക്കാരായിരുന്നപ്പോൾ 10% ഫീസ് വർധനവ്. ഇത്തവണ 30% വർദ്ധിപ്പിച്ചു. എവിടെ പോയാ ചെങ്കൊടി? എവിടെ പോയാ ചെങ്കൊടി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കൂത്തുപറമ്പിൽ 5 രക്തസാക്ഷികളെ ശിക്ഷിച്ച സമരമായിരുന്നു അത്. എന്നിട്ടും ആ രക്തസാക്ഷികളോട്